ഈ ആഴ്ചയിലെ രാമായണ ചിന്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണ ചിന്തകളിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കർക്കിടക മാസം 15 കഴിഞ്ഞു. നാടെങ്ങും രാമനാമങ്ങളുമായി രാമായണ മാസത്തിന്റെ ആചരണം നടക്കുകയാണ്. ഒരു ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഒരു മാസം മുഴുവൻ ആ ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ഒരു ആചരണം ഒരു ദേശത്തിനും അവകാശപ്പെട്ട ഒരു കാര്യമല്ല, ഒരു ഗ്രന്ഥത്തിനും അവകാശപ്പെട്ട കാര്യമല്ല. അത് രാമായണത്തിന് മാത്രമാണ് അവകാശം. കാരണം മറ്റൊരു കാവ്യവും മറ്റു ഗ്രന്ഥവും ഇത്രത്തോളം പൂജിക്കുന്നുണ്ടോ എന്നത് സംശയമാണ്. രാമായണം എന്ന പദം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ശ്രീരാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും ഹനുമാനിന്റെയും ഒക്കെ ഓർമ്മകളാണ്, സ്മരണകളാണ്. പ്രതിനായക വേഷത്തിലേക്ക് അല്ലെങ്കിൽ വില്ലൻ ആര്, രാമായണം എന്ന കഥയിലെ വില്ലൻ ആര് എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് രാവണന്റെയും മന്ദരയുടെയും പേരുകളാണ്. ഈ ഗ്രന്ഥത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്നാൽ നമ്മളെല്ലാവരും വില്ലത്തിയായി കരുതുന്ന, പ്രതിനായികയായി കരുതുന്ന മന്ദര രാമായണത്തിലെ വില്ലത്തിയാണോ? നമുക്കറിയാം, രാമായണം എന്ന കാവ്യം അല്ലെങ്കിൽ രാമായണത്തിന്റെ ആ കഥാതന്തു വരുന്നത് രാക്ഷസ വംശജരുടെ ദ്രോഹം മൂലം ഭൂമിദേവി ബ്രഹ്മാവിന്റെ അടുത്ത് അപേക്ഷിക്കുകയാണ്. ഇവിടെ ഭൂമിയിൽ വളരെ ദ്രോഹവും ആക്രമണങ്ങളും ശാന്തിയില്ലാത്ത അന്തരീക്ഷം ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും. ഇതിൽ നിന്ന് രക്ഷിക്കണം, ബ്രഹ്മാവിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. ബ്രഹ്മാവ് ദേവന്മാരെയും ഭൂമിദേവിയെയും കൂട്ടി മഹാവിഷ്ണുവിന്റെ, ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ മഹാവിഷ്ണുവിന്റെ അടുത്ത് എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ പ്രാർത്ഥന കേട്ട മഹാവിഷ്ണു അയോധ്യയിൽ ദശരഥന്റെയും കൗസല്യയുടെയും മകനായി ഞാൻ അവതാരം കൊള്ളാമെന്ന്, കൂടെ ആദിശേഷനായി എൻ്റെ സഹോദരന്മാരായി ആദിശേഷൻ ലക്ഷ്മണനായും ശംഖചക്രങ്ങൾ ഭരതശത്രുഘ്നന്മാരുമായും അവതാരം കൊള്ളുമെന്നും ദേവന്മാർ വാനരൂപത്തിൽ അവതരിക്കണമെന്നും നിർദ്ദേശിക്കുകയാണ്. അങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും അയോധ്യയിൽ ദശരഥന്റെയും കൗസല്യയുടെയും കൈകേയിയുടെയും സുമിത്രയുടെയും മക്കളായി ജന്മമെടുക്കുകയാണ്. ദൈവത്തിന്റെ അവതാരമാണെങ്കിലും മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചാൽ ആ ഭൂമിയിലെ ഭൗതിക സുഖങ്ങളിൽ തൽപരനാകും എന്നതുപോലെ സീതയെ വിവാഹം കഴിച്ച് രാമ സഹോദരന്മാർ അവരും വിവാഹം കഴിച്ച് ആ അയോധ്യയുടെ കൊട്ടാരത്തിന്റെ സുഖഭോഗങ്ങളിൽ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഈ അവതാര ലക്ഷ്യം പൂർത്തീകരിക്കാൻ രാമന് സാധിക്കില്ലേ എന്ന സംശയത്തോടു കൂടി ദേവന്മാർ ആലോചിക്കുകയും അവർ നാരദനെ ദേവകാര്യാർത്ഥം അല്ലെങ്കിൽ അവതാര ലക്ഷ്യം ശ്രീരാമനെ ഓർമ്മിപ്പിക്കാനായി പറഞ്ഞു വിടുകയാണ്. എല്ലാം അറിയുന്നവനാണ് ശ്രീരാമൻ. നാരദനുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നാളെ കാട്ടിലേക്ക് പോകുന്നുണ്ട് എന്ന് ശ്രീരാമൻ ഉറപ്പു കൊടുക്കുകയാണ്. പക്ഷെ ശ്രീരാമന് പട്ടാഭിഷേകം നിശ്ചയിച്ച ദിവസമാണ് നാളെ. ശ്രീരാമൻ കാട്ടിലേക്ക് പോകണമെങ്കിൽ ആ പട്ടാഭിഷേകത്തിന് വ്യക്തം വരുന്ന ഒരു കാരണം ഉണ്ടായേ മതിയാകൂ. ദേവന്മാർ ആലോചിച്ചു. അവർ വിദ്യാദേവതയായ, വാക്കുകളുടെ ദേവതയായ സരസ്വതി ദേവിയെ സമീപിച്ചു. അയോധ്യയിലെ കൈകേയിയുടെ, ദശരഥന്റെ ഭാര്യയായ കൈകേയിയുടെ തോഴിയായ ദാസിയായ മന്ദരയുടെ നാവിലേക്ക് സരസ്വതി ദേവി കയറണമെന്നും മന്ദരയെ കൊണ്ട് ഈ അഭിഷേക വിഘ്നം ഉണ്ടാക്കുന്ന കാര്യം പറയിപ്പിക്കണമെന്നും ദേവന്മാർ ആവശ്യപ്പെടുകയാണ്. ശ്രീരാമന്റെ പട്ടാഭിഷേക വാർത്ത അറിഞ്ഞ മന്ദരയുടെ നാവിലേക്ക് സരസ്വതി ദേവി പ്രവേശിക്കുകയാണ്. മന്ദര കൈകേയിയോട് ശ്രീരാമൻ രാജാവായാൽ കൈകേയിക്കും ഭരതനും വരുന്ന ദോഷങ്ങളെ കുറിച്ച് പറയുകയാണ്. അഭിഷേക വാർത്ത കേട്ട കൈകേയി സന്തോഷത്തോടു കൂടിയാണ് ആ വാർത്തയെ സ്വീകരിക്കുന്നത്. എനിക്ക് എൻ്റെ മകനായ ഭരതനേക്കാൾ പ്രിയം ശ്രീരാമനോടാണെന്നും ശ്രീരാമന് തന്നെ അമ്മയായ കൗസല്യയേക്കാൾ പ്രിയം എന്നോടാണെന്നും ഒക്കെയാണ് കൈകേയി ആദ്യം പറയുന്നത്. പക്ഷേ ശ്രീരാമൻ രാജാവായാൽ കൗസല്യ രാജമാതാവാകും, നീ അവളുടെ ദാസിയാകേണ്ടി വരുമെന്നും നിന്റെ പുത്രനായ ഭരതൻ രാമന്റെ സേവകനായി മാറേണ്ടി വരുമെന്നും ചിലപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്നും അല്ലെങ്കിൽ വേണ്ടി വന്നാൽ വധിക്കാൻ പോലും മടിക്കില്ല എന്ന രീതിയിലുള്ള ആ കുതന്ത്രങ്ങൾ, ആ വാക്കുകൾ മന്ദര, വിഷം നിറഞ്ഞ വാക്കുകൾ മന്ദര നിരന്തരം കൈകേയിൽ പറഞ്ഞ് അങ്ങനെയാണ് ശ്രീരാമ പട്ടാഭിഷേകത്തിന് വ്യക്തമുണ്ടാകുന്നത്. അതിലൂടെ നോക്കുമ്പോൾ മന്ദര വില്ലത്തിയായി നമുക്ക് തോന്നാം. പക്ഷേ ശ്രീരാമൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചതിന്റെ അവതാര ലക്ഷ്യം രാക്ഷസ നിഗ്രഹമാണ്. അയോധ്യയിൽ വളരെ അകലെയുള്ള ലങ്കയിൽ രാവണൻ വസിക്കുകയാണ്.
ശ്രീരാമൻ രാജാവായി അയോധ്യയിൽ തുടർന്നാൽ ലങ്കയുമായി ഒരു കണക്ഷൻ ഉണ്ടാകില്ല, ലങ്കയുമായി ഒരു അടുപ്പമുണ്ടാകില്ല, ലങ്കയുമായി ഒരു ആക്രമണത്തിനുള്ള സാധ്യതയില്ല. ഇത് മനസ്സിലാക്കിയിട്ടാണ് ദേവന്മാർ സരസ്വതി ദേവിയെ കൊണ്ട് മന്ത്രിയുടെ നാവിലേക്ക് പ്രവേശിപ്പിച്ച് ശ്രീരാമ പട്ടാഭിഷേകത്തിന് വിഘ്നം വരുത്തുന്ന ഒരു കാര്യം പറയിപ്പിക്കുന്നു. അപ്പോൾ ദേവകാര്യാർത്ഥം അവതാര ലക്ഷ്യം, ശ്രീരാമന്റെ അവതാര ലക്ഷ്യം യാഥാർത്ഥ്യമായ, രാക്ഷസ നിഗ്രഹം യാഥാർത്ഥ്യമാക്കിയ മന്ദര യഥാർത്ഥത്തിൽ വില്ലത്തിയാണോ? നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം. മഹാഭാരതത്തിലെ വില്ലത്തി ആരാണ്? വില്ലൻ രാവണനാണെങ്കിൽ വില്ലത്തി ആരാണ്? യാതൊരു സംശയമില്ലാണ്ട് നമുക്ക് പറയാം. കാട്ടിൽ വനത്തിൽ സുന്ദരന്മാരായ രാമലക്ഷ്മണന്മാരെ കണ്ട് കാമമോഹിതയായി അവരെ സമീപിച്ച ശൂർപ്പണഖ, രാവണ സഹോദരിയായ ശൂർപ്പണഖ. രാമൻ തന്റെ കൂടെ ഭാര്യയുണ്ട്, സീതയുണ്ട്, ലക്ഷ്മണനോട് ചോദിക്കാൻ പറയും. അങ്ങനെ അവർ തമ്മിൽ അങ്ങടും ഇങ്ങടും ചോദിച്ച് ശൂർപ്പണയെ കളിയാക്കിയപ്പോൾ ശൂർപ്പണയുടെ മനസ്സിലുണ്ടായ കാമം ക്രോധമായി മാറുകയും ആ ക്രോധത്താൽ സീതയെ ഉപദ്രവിക്കാൻ പോകുമ്പോൾ ലക്ഷ്മണൻ ശൂർപ്പണയെ അംഗവൈകല്യം ആക്രമിച്ച് അംഗവൈകല്യം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കരഞ്ഞ് ഓടിയ ശൂർപ്പണഖ ഗരൻ എന്ന അടക്കമുള്ള രാക്ഷസരോട്, തന്റെ സഹോദര വംശരായ രാക്ഷസരോട് ഈ പരാതി പറയുകയാണ്. ഇവരെ ഉപദ്രവിച്ചു. ഗരനും സഹോദരങ്ങളും 14,000 രാക്ഷസന്മാരും അടങ്ങുന്ന പട രാമനുമായി ഏറ്റുമുട്ടുകയാണ്. അവസാനം രാമബാണത്തിൽ ഇരയായി അവർ മരിച്ചു വീണു. ശൂർപ്പണഖ തിരിച്ച് ഓടി ചെല്ലുന്ന ആരുടെ അടുത്ത? വിരൂപമായ മുഖത്തോട്, വിരൂപമായ ആ ദേഹത്തോട്, വിരൂപമായ ഭാവത്തോടു കൂടി ശൂർപ്പണഖ ഓടിച്ചെല്ലുന്നത് രാവണന്റെ അടുത്താണ്. അവിടെ ചെന്ന് രാവണനോട് പറയുന്നു നമ്മൾ മനസ്സിലാക്കണം. സത്യാവസ്ഥ മറച്ചു വെച്ചുകൊണ്ടാണ് ശൂർപ്പണഖ രാവണനോട് പറയുന്നത്. താൻ രാമനെയും ലക്ഷ്മണനെയും മോഹിച്ചു ചെന്ന് സീതയെ ഉപദ്രവിക്കാൻ പോയപ്പോഴാണ് തന്നെ ആക്രമിച്ചത് എന്ന സത്യാവസ്ഥ മറച്ചു വെച്ച് ശ്രീരാമനെന്നും ലക്ഷ്മണനെന്നും പറഞ്ഞ 2 മനുഷ്യർ കാട്ടിൽ വന്നിട്ടുണ്ടെന്നും അവരുടെ കൂടെ സുന്ദരിയായ സീത എന്ന ഒരു സ്ത്രീയെ കാണുകയുണ്ടായി. ആ സീത, ആ സൗന്ദര്യവതിയായ സീത അവർക്ക് അവകാശപ്പെട്ടതല്ല, അത് എന്റെ ജ്യേഷ്ഠനായ ലങ്കയുടെ ഭരണാധികാരിയായ രാക്ഷസ രാജാവായ രാവണൻ അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് സീതയെ വിട്ടുതരാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ലക്ഷ്മണൻ എന്നെ, അല്ലെങ്കിൽ ശ്രീരാമൻ എന്നെ ഉപദ്രവിച്ചത് എന്ന നുണയാണ് ശൂർപ്പണഖ രാവണനോട് പറയുന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി. സ്വതവേ ശ്രീജിതനാണ് രാവണൻ, സ്ത്രീകളോട് പ്രത്യേക താല്പര്യമുള്ളവരാണ്. ആ ശ്രീജിതനായ രാവണൻ സീതയുടെ സൗന്ദര്യം കേട്ടപ്പോൾ തന്നെ ശൂർപ്പണഖ പറഞ്ഞതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ എടുത്തു ചാടി സീതയെ തട്ടിക്കൊണ്ടുപോകലും തുടർന്നുണ്ടായ രാവണ യുദ്ധവുമാണ് രാവണന്റെ പതനത്തിന്, ലങ്കയുടെ പതനത്തിന് കാരണമായത്. ഇതിൽ നിന്ന് രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത്, മറ്റാരെന്ത് പറഞ്ഞാലും, മറ്റാരുടെ വാക്കുകൾ കേട്ടാലും അതിന്റെ വരും വരായകൾ ആലോചിച്ച് ആ വാക്കുകളുടെ കൃത്യമായി വിചിന്തനം ചെയ്ത് ആ വാക്കുകളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം ഒരു ഭരണാധികാരി ആയിക്കൊള്ളട്ടെ, ഒരു സാധാരണക്കാരനായിക്കൊള്ളട്ടെ അവൻ പ്രവർത്തിക്കേണ്ടത്. എന്നാൽ ശൂർപ്പണഖയുടെ വാക്കുകൾ കേട്ട് സീതയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് എടുത്തു ചാടി രാവണൻ പോയപ്പോൾ രാവണന് തന്റെ സഹോദരങ്ങളെ നഷ്ടപ്പെട്ടു, രാവണന് തന്റെ സേനയെ നഷ്ടപ്പെട്ടു, രാവണന് തന്റെ മക്കളായ അക്ഷയകുമാരനെയും ഇന്ദ്രജിത്തിനെയും നഷ്ടപ്പെട്ടു. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്, ഒരാളുടെ വാക്ക് കേട്ട് ചാടി പുറപ്പെട്ടാൽ ദോഷങ്ങളെ ഉണ്ടാകൂ. മറ്റൊരുവന്റെ പന്തായി നമ്മൾ മാറാതിരിക്കണം, മറ്റൊരുവൻ അടിക്കാൻ കൊടുക്കുന്ന പന്തായി നമ്മൾ മാറാതിരിക്കണം എന്ന കൃത്യമായ സന്ദേശം രാമായണം തരികയാണ്. നന്ദി, നമസ്കാരം. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക. ടോപ്പ് ഇൻ ടൗൺ.